കേരളം ജയിക്കും, UDF നയിക്കും. നമ്മുടെ ഇന്ത്യയിൽ എണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ഒരു ആക്രമണം റഷ്യയിൽ നടന്നിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം തന്നെ കനക്കുന്നതിനിടെ ലോകമെമ്പാടും എണ്ണയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇതിനിടെയാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സൈനിക ശക്തിയായിട്ടുള്ള റഷ്യ, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരും വിതരണക്കാരനുമായ റഷ്യ ഒരു വലിയ ആക്രമണത്തിന് വിധേയമായിരിക്കുകയാണ്. അതും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലുതും റഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലുതുമായ ഏറ്റവും വലിയ റിഫൈനറിയെ ഉക്രൈൻ ആക്രമിച്ചിരിക്കുന്നു. ഇതോടെ എണ്ണ ഉൽപ്പാദക വിതരണ രംഗത്ത് വലിയ തിരിച്ചടി ലോകത്തിന് വീണ്ടും സമ്മാനിക്കുകയാണ്. റഷ്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി 20 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. റഷ്യയുടെ ലെനിൻസ്ഗ്രാഡ് ഒബ്ലോസ്റ്റിലെ കിരിഷിലെ KINEF എന്നാണ്, അഥവാ കിനഫ് എന്ന റിഫൈനറിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ദിവസവും 4,20,000 ബാരൽ ക്രൂഡ് ഓയിൽ, അതായത് ഒരു റിഫൈനറിയിൽ ഒരു ദിവസം, അഥവാ ഈ ആക്രമിക്കപ്പെട്ട റിഫൈനറിയിൽ ഒരു ദിവസം ഏകദേശം 6,67,80,000 ലിറ്റർ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അത്രേ. അത്രയും വലിയ അളവിൽ പ്രോസസ്സിംഗ് നടക്കുന്ന ഇടം ആക്രമിക്കപ്പെട്ടതോടെ റഷ്യയുടെ മാത്രമല്ല, റഷ്യയെ ആശ്രയിച്ച് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ കൂടി അത് സാരമായി ബാധിക്കാൻ പോവുകയാണ്. ആക്രമണത്തിൽ പ്രധാന പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, സ്റ്റോറേജ് ടാങ്കുകൾ, ബിറ്റ്മെൻ ഉൽപ്പാദന യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നും ഇതോടെ റിഫൈനറിയിലെ പ്രവർത്തനങ്ങൾ നിലച്ചു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ റിഫൈനറി റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ജെറ്റ് ഫ്യൂവൽ, നേവൽ ഫ്യൂവൽ, ഹെലികോപ്റ്ററുകൾക്കുള്ള ലൂബ്രിക്കൻറ്റുകൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്രേ. മാർച്ച് മാസത്തിൽ മാത്രം ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങളിലൂടെ റഷ്യയുടെ ഓയിൽ എക്സ്പോർട്ട് ശേഷിയുടെ ഏകദേശം 40%, അഥവാ ദിവസവും ഏകദേശം 2 മില്യൺ ബാരലിനെ അതിൻ്റെ കയറ്റുമതിയെ ഇത് ബാധിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. മാർച്ച് മാസത്തിൽ ഉക്രൈൻ വളരെ ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ബാൾട്ടിക് തീരത്തുള്ള പ്രിമോസ്കും അതോടെ തന്നെ യുസ്റ്റ് ലുഗായും തുടങ്ങിയ ഓയിൽ പോർട്ടുകളിലും മറ്റും നിരന്തരമായ ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ്റെ ആളില്ലാ ഡ്രോണുകൾ റഷ്യക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക എന്ന യുദ്ധതന്ത്രത്തിലേക്ക് ഇപ്പോൾ ഉക്രൈനും കടന്നു വന്നിരിക്കുകയാണ്. അമേരിക്കയെ വരുതിയിൽ നിർത്താൻ സാമ്പത്തിക മേഖലകൾ ആക്രമിക്കുന്ന, സാമ്പത്തിക യുദ്ധമാക്കി പരിവർത്തിപ്പിക്കുന്ന ഇറാൻ്റെ തന്ത്രം പോലെ തന്നെ ഉക്രൈനും ഈ തന്ത്രങ്ങൾ മുന്നോട്ടെടുത്തിരിക്കുന്നു. ഒരു ചർച്ചയ്ക്കുമില്ലെന്ന പുട്ടിൻ്റെ വാശിയെ പിടിച്ചുകെട്ടാനാണ് ഉക്രൈൻ്റെ നീക്കം എന്നാണ് അറിയുന്നത്. അതിലേക്ക് യൂറോപ്യൻ സഹായവും അമേരിക്കയുടെ സഹായവും നാറ്റോയുടെ സഹായവും കൂടിയാകുമ്പോൾ ചർച്ച എന്ന പദ്ധതിയിലേക്ക് പുട്ടിനെ കൊണ്ടുവരാൻ ഉക്രൈൻ ഉദ്ദേശിച്ച പദ്ധതി വിജയം കാണുമെന്ന് ഉക്രൈൻ വിശ്വസിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം അവർക്ക് കനത്ത നഷ്ടം എന്നതിലുപരി കടുത്ത മാനഹാനി കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിരീശി പോലെയുള്ള ഭീമൻ റിഫൈനറികൾ തകരുന്നതോടെ റഷ്യയുടെ ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറയാൻ കാരണമാകും. ഇത് പുട്ടിൻ്റെ യുദ്ധ ഫണ്ടിനെയും യുദ്ധതന്ത്രങ്ങളെയും ഒക്കെ നേരിട്ട് ബാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നിലനിൽക്കുന്നതിനാൽ അത്യാധുനിക റിഫൈനറി യൂണിറ്റുകൾ നന്നാക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ റഷ്യക്ക് പെട്ടെന്ന് ലഭ്യമാകില്ല. ഇത് മാസങ്ങളോളം ഉൽപ്പാദനം തടസ്സപ്പെടാനും കാരണമാകും. അറ്റകുറ്റപ്പണികൾ ഇതുമൂലം വൈകുവാനും സാധ്യതയുണ്ട്. റഷ്യ ലോകത്തെ പ്രധാന എണ്ണ ഉൽപ്പാദകരായതുകൊണ്ട് തന്നെ ഈ ആക്രമണം ലോകമെമ്പാടും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $90 മുകളിലേക്ക് കുതിക്കാൻ ഇത് കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില വർധനവിന് ഇടയാക്കിയേക്കാം. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും എത്തുന്ന റഷ്യൻ ഡീസൽ, ജെറ്റ് ഫ്യൂവൽ എന്നിവയുടെ കുറവ് വിമാന കമ്പനികളെയും ചരക്ക് നീക്കങ്ങളെയും തന്നെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളുടെ ചാർജും ഫലത്തിൽ ഇനിയും കൂടും. ഫലത്തിൽ റഷ്യക്ക് ഓയിൽ വരുമാനം കുറയും. സൈനിക ഓപ്പറേഷനുകൾക്ക് ആവശ്യമായ ഇന്ധനം ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മറ്റ് റിഫൈനറികളിലേക്ക് ക്രൂഡ് റൂട്ട് ചെയ്യേണ്ടി വരും. അതും വലിയ ഭാരിച്ച ചിലവുകളാണ്. ഈ നാണക്കേട് മറികടക്കാൻ റഷ്യ അതിശക്തമായ തിരിച്ചടി തന്നെ നൽകാനാണ് സാധ്യത.
നിലവിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആക്രമണം താരതമ്യേന കുറഞ്ഞിരുന്നു. ഈ ആക്രമണത്തോടെ റഷ്യ കൂടുതൽ ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വരും എന്ന് ഉറപ്പാണ്. ഉക്രൈൻ്റെ ഊർജ്ജ ഗ്രിഡുകൾക്കും സിവിലിയൻ കേന്ദ്രങ്ങൾക്കും നേരെ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ മിസൈലുകൾ പ്രയോഗിച്ചേക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് ശേഷം ചില അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉക്രൈൻ്റെ ബാങ്കിംഗ്, ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കാൻ മികച്ച സൈബർ അറ്റാക്കുകളിലൂടെ റഷ്യൻ ഹാക്കർമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ആക്രമിക്കപ്പെട്ടാലും റഷ്യ അത്ര പെട്ടെന്നൊന്നും തളരില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ശുദ്ധീകരിക്കാൻ കഴിയാത്ത ക്രൂഡ് ഓയിൽ നേരിട്ട് ചൈന, ഇന്ത്യ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലക്ക് വിൽക്കാൻ ക്രൂഡ് റീറൂട്ടിങ്ങിലൂടെ റഷ്യ ശ്രമിക്കും. അവശേഷിക്കുന്ന റിഫൈനറികൾക്ക് ചുറ്റും പാൻസിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ വിന്യസിച്ചേക്കും. ഒരുപക്ഷെ ഉക്രൈനിൽ വ്യോമാക്രമണം കടുപ്പിക്കുവാനുമുള്ള നീക്കമാകും റഷ്യ ഇനി മുന്നോട്ട് വെക്കുക. ഫലത്തിൽ ഇറാന് മേലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ കൂടുതലായി വാങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ വന്ന ഇരുട്ടടി കൂടിയാണ് റഷ്യക്ക് മേലുള്ള ഉക്രൈൻ്റെ ഈ ആക്രമണം. ഏതായാലും മുണ്ട് മുറുക്കിയെടുക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.